കറങ്ങാനും കള്ളുടിക്കാനും ഒക്കെ എല്ലാവർക്കും മത്തായി. ആൾക്കാരുടെ മുന്നിൽ വെച്ച് ആ പെരട്ട് തള്ള ഇവനെ നാണം കെടുത്തിയപ്പോ ഒറ്റ ഒരുത്തരം വാ തുറന്നില്ലല്ലോ. അത് പിന്നെ പോട്ടെന്ന് വെക്കാം. ഇങ്ങനെ കൂട്ടും കൂടി നടന്നിട്ടും നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ എന്താ മത്തായി പെണ്ണ് കെട്ടാത്തത്? രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം വരെ നടത്തി കൊടുക്കുന്നവരും കൂടെ ഉണ്ടല്ലോ. അങ്ങനെ വിടാനൊന്നും പറ്റത്തില്ല. മേരിക്കൊച്ചു പറഞ്ഞ കാര്യമുണ്ട്. നിനക്ക് വേണ്ടി കർത്താവ് ഇവിടെ ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. നീ അവളെ കണ്ടുപിടിച്ച് കെട്ടിയില്ലെങ്കിൽ അവൾ അവിടെ നിന്ന് പൂത്ത് അയച്ച് വേര് വന്ന് നശിച്ച് എന്റെ പൊന്നോ നീ കർത്താവിനോട് സമാധാനം പറയേണ്ടി വരും. ഞാൻ പറഞ്ഞോളാം. അപ്പൊ നിനക്ക് പെണ്ണ് കെട്ടണ്ടേ? വേണ്ട. അന്ത്യാണോ? അല്ല മാപ്പിളെ പുലരിയാ. നിനക്ക് ജീവശാസ്ത്രപരമായ തകരാറുണ്ടോ? ഓടോ. ഈ കാക്കയും പൂച്ചയൊക്കെ കല്യാണം കഴിച്ചിട്ടാണോ ജീവിക്കുന്നത്? ലൈഫല്ലേ മാപ്പിളെ ജീവിതം. അതാണ് ഉണ്ടല്ലോ മുട്ടിൻ പൊടിയും എന്താ എല്ലാരും കൂടി രാവിലെ എല്ലാം നല്ല തക്കാളി പരുവം. മത്തായി ഐശ്വര്യമായിട്ട് ഇതിന് നല്ലൊരു കൊച്ചിനങ്ങ് കൊത്തിയെടുത്തേ. അയ്യോ, ഇത്രയും പെണ്ണുങ്ങളെ കഷത്തിൽ വെച്ചോണ്ടാണോ ബാബുച്ചേട്ടന്റെ കഷ എപ്പോഴും വിയർത്തിരിക്കണേ? രാവിലെ പല്ല് തേക്കുന്നതിന് മുമ്പ് ഒരു കല്യാണാലോചന. ഇതൊക്കെ ഇതിനാണ് നിങ്ങൾ എല്ലാരും കൂടി എന്നെ കൊണ്ട് കെട്ടിയെടുത്തല്ലേ? മത്തായി മിണ്ടാതെ ഇതിന്ന് ഒരു ഫോട്ടോ അങ്ങനെ എടുത്തേ. ഇത് കൊള്ളടാ. ആ നിന്റെ പെങ്ങളും വന്നല്ലോ. ഇതെന്നാടി ലാലിയ മോളെ പതിവില്ലാതെ? വിഷയം ഒന്നും മാറ്റണ്ട. അതെ ലൂക്കാച്ചാ, ഞാൻ ഈ കാര്യം പറഞ്ഞു കൊറേ പുറകെ നടന്നതാ. ഇത്തവണ നിങ്ങൾ എല്ലാരും കൂടെ ഒന്ന് കൂടെ നിന്ന് തരുവാണെങ്കിൽ ഇപ്രാവശ്യം നമുക്ക് ഈ കാര്യത്തിൽ ഒരു എനിക്കും വേണം ചായ. നോക്കടാ, എല്ലാം നല്ലത് നല്ല ട്രീസ ജോസഫ് തുരുത്തിക്കുന്നേ. ഔസേപ്പ് മാപ്പിളയുടെ പേരെ കൊച്ചാ. പട്ടാളത്തിന്ന് പറഞ്ഞാ മാസം എന്ത് കിട്ടും? 6 ഫുള്ള് കിട്ടും. അത് 4 ഞങ്ങൾ അടിക്കും, ബാക്കി പുറത്തു കൊടുക്കും. മാസം 20,000 രൂപ പെൻഷൻ കിട്ടും. പിന്നെ നല്ല ബാങ്ക് ബാലൻസാ. അപ്പൊ ബാങ്കിലെ ശമ്പളം ബാലൻസാ. അപ്പോ പെങ്ങന്മാരൊക്കെ? മൂത്തത് റോസ്ലിൻ അങ്ങ് സൂററ്റിലാ. രണ്ടാമത്തെ ഇരട്ടകളാണേ. അവർ രണ്ടുപേരും തൃശ്ശിനാപ്പള്ളിയില്. പിന്നെ ഈ ഞാൻ ലാലിമോള് പൂപ്പാറയിലാ. അച്ഛാ, പെണ്ണിനെ വിളിക്കട്ടെ. മരണം വന്നിട്ട് പോരെ? വന്നു. ഇപ്പൊ പറഞ്ഞോളൂ, മരണത്തിന് 100 ആയുസ്സാ. കുഴിക്കകത്ത് വയ്ക്കാൻ താമസിച്ചു, അതാ വരാൻ ലേറ്റായത്. എടാ കൊച്ചനെ, നിന്നെ ഞാൻ എവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. കണ്ടു കാണും. അപ്പുറത്തെ തെക്കയിലെ ചാക്കോച്ചിന്റെ അടക്കത്തിന് ഞാനല്ലേ പാടി തകർത്ത. ശരി, അപ്പൊ നീയാ ആ നാരിയെ പാടി പുണ്യാളനാക്കിയതല്ലേ? അതിനെന്താ, വിജയൻ ചേട്ടൻ അപ്പാപ്പനെയും പാട്ടുപാടി പുള്ളിയാളാക്കത്തില്ലേ? സമയായോ? പെണ്ണിനെ വിളി. പെണ്ണോടെന്തെങ്കിലും മിണ്ടാനോ പറയാനോ ഉണ്ടെങ്കിൽ തരത്തിലോട്ട് പോകും. കുടിക്കാൻ ഇത്തിരി വെള്ളം കിട്ടുമോ?
ഹായ്, ഇതും അപ്പടിയും പൂക്കളാണല്ലോ. പാട്ടൊക്കെ ഇഷ്ടമാണോ? കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിന്ന് വിരുന്ന് വിളിച്ചു, വിരുന്നുകാരെ വന്നാട്ടെ എന്നൊരു പാട്ടില്ലേ? അത് ഏത് പടത്തിലാന്നറിയാമോ? പിന്നെ പറഞ്ഞാ മതി. പിന്നെന്ന് വെച്ചപ്പോ ഇനി കാണുമ്പോ അപ്പൊ നമ്മൾ ഇനിയും കാണും. പിന്നെ കാണാതെ ഉയ്യോ, കൂട്ടമണി അടിച്ചു. ഞാൻ പോട്ടെ, അപ്പൊ കാണാം.